നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമടയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു. കൊച്ചി ഇളക്കിമറിച്ച അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടന്നു. ഇന്ന് വൈകിട്ട് വൻ ജനാവലിയാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. പൂക്കൾ വിതറിയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചും പ്രധാനമന്ത്രിയെ BJP പ്രവർത്തകർ സ്വീകരിച്ചു. നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്കാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് 7:15 നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയെ വഹിച്ചുള്ള ഹെലികോപ്റ്റർ എത്തി. 7:40 റോഡ് മാർഗം കൊച്ചി നഗരത്തിലേക്ക്. KPCC ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വഴിയോരങ്ങളിൽ കാത്തുനിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുഷ്പവൃഷ്ടിയോടെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇരട്ടി ആവേശത്തിൽ പ്രവർത്തകർ. നാളെ രാവിലെ 7 മണിയോടെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോകും. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJP പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. 24 കൊച്ചി. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയാണ് എറണാകുളത്ത്. നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂരിലേക്ക് തിരിക്കും. അശ്വിൻ, പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയാണല്ലോ ഇന്ന്. പ്രധാനമന്ത്രി നാളെ ഗുരുവായൂരിലേക്ക് പോകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ. മറ്റെന്തൊക്കെ പരിപാടികളുണ്ട് അദ്ദേഹത്തിന്? ഉന്മേഷ്, ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലാണ് പ്രധാനമന്ത്രി ഇന്ന് രാത്രി തങ്ങുക. അതിനുശേഷം നാളെ രാവിലെ ഷിപ്പ്യാർഡിൽ, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു പ്രധാന പരിപാടിയുണ്ട്. 4000 കോടി രൂപയുടെ 3 പ്രധാന പദ്ധതികളാണ് നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷമായിരിക്കും തൃശ്ശൂരിലേക്ക് പോവുക. തൃശ്ശൂരിലെ കല്യാണത്തിന് ശേഷം അദ്ദേഹം തിരികെ വീണ്ടും കൊച്ചിയിലെത്തും. അവിടെ നേതൃയോഗം, BJPയുടെ നേതൃയോഗം അടക്കമുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും നെടുമ്പാശ്ശേരിയിലെത്തി അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ തിരികെ ഡൽഹിയിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഊഷ്മളമായ സ്വീകരണമാണ് കൊച്ചിയിൽ നരേന്ദ്രമോദിക്ക് ഒരുക്കിയിരുന്നത്. 10,000-കണക്കിന് ആളുകളാണ് ഉച്ച മുതൽ തന്നെ അദ്ദേഹത്തെ കാത്ത് വഴിയരികിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ രാത്രി വൈകിയും 8 മണിയോടുകൂടി അദ്ദേഹം എത്തുന്നതുവരെയും മടങ്ങിപ്പോകാതെ അവിടെ തന്നെ തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്ന് രാത്രി പൂർണ്ണമായും അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ട്. വലിയ സുരക്ഷ തന്നെയാണ് ഗസ്റ്റ് ഹൗസിലും ഒപ്പം എറണാകുളം നഗരത്തിലും അടക്കം ഒരുക്കിയിരിക്കുന്നത്. SPGയുടെ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ്. നാളെ പുലർച്ചെ അദ്ദേഹം പോകുന്നത് വരെയുള്ള പ്രത്യേക നിയന്ത്രണങ്ങൾ കൊച്ചി നഗരത്തിലുണ്ടാകും. ഗതാഗതമടക്കം വലിയ തോതിൽ നിയന്ത്രിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള വഴിയിലും ഇപ്പോൾ തന്നെ ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയോടുകൂടി അത് പൂർണ്ണ തോതിൽ ഏർപ്പെടുത്തും. നാളെ 7 മണിക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഈ പദ്ധതികൾ ഉദ്ഘാടന സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റു പല പരിപാടികളിലേക്ക് കൂടി അദ്ദേഹം നീങ്ങും. തുടർന്ന് തൃശ്ശൂരിൽ കല്യാണ ചടങ്ങിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി അശ്വിൻ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ തങ്ങുകയാണ്. നാളെ അദ്ദേഹത്തിന് കൊച്ചിയിൽ പരിപാടികളുണ്ട്. രാവിലെ അദ്ദേഹം ഗുരുവായൂരിൽ പോയി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുകയാണ്. തൃശ്ശൂരിലെ സിറ്റിംഗ് MP-യായ TN പ്രതാപൻ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി മത്സരിച്ചാൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. BJP സംഘടിപ്പിച്ച വനിതാ മഹാസംഗമത്തിന് ബദലായി കോൺഗ്രസ് തൃശ്ശൂരിൽ മഹാസംഗമം സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂരിലെത്താനിരിക്കെയാണ് TN പ്രതാപൻ MP-യുടെ വെല്ലുവിളി. നരേന്ദ്രമോദി തൃശ്ശൂരിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും പ്രധാനമന്ത്രിയെ നേരിടാൻ UDF സജ്ജമാണെന്നും TN പ്രതാപൻ പറഞ്ഞു. ഞങ്ങൾക്ക് സത്യത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UDF-നെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല, ഭയങ്കര ഹരത്തില, ഭയങ്കര ആവേശത്തില. മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞതിന്റെ പാപക്കറ സുരേഷ് ഗോപി എത്ര കിരീടം സമർപ്പിച്ചാലും തീരില്ലെന്നും TN പ്രതാപൻ.
മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മൗനവും അസാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയും അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവിടെ നോക്കാൻ വേറെ ആളുകളുണ്ട് എന്നുള്ള പ്രചരണമൊക്കെ ഏതെങ്കിലും ഒരു കിരീടം കൊണ്ടോ വഴിപാട് കൊണ്ടോ അതിൻ്റെ പാപക്കറ കഴുകിക്കളയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും BJPക്കും RSS സംഘപരിവാർ ശക്തികൾക്ക് കഴിയില്ല. അതേസമയം AICC അധ്യക്ഷനെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ മഹാസംഗമം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. 1 ലക്ഷത്തിലധികം വനിതാ പ്രവർത്തകരും നേതാക്കളും മഹാസംഗമത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്ത് 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLMR എന്നിങ്ങനെ 3 പേരടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകർ പങ്കെടുക്കും. ഒപ്പം മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളെയും പങ്കെടുപ്പിക്കും. മല്ലികാർജുൻ ഖാർഗെ പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കും. 24 തൃശൂർ. പ്രധാനമന്ത്രി വന്നതിന് പിന്നാലെ TN പ്രതാപൻ സിറ്റിംഗ് MP ആണ് തൃശ്ശൂരിൽ. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് പ്രധാനമന്ത്രിയെ തന്നെ അവിടെ മത്സരിക്കാൻ. നമ്മൾ അല്പം മുൻപ് കണ്ടതാണ്, കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണറും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പക്ഷേ LDF ആകട്ടെ ഇപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ്. അടുത്ത മാസം 8-ാം തീയതി ഡൽഹിയിൽ പ്രതിഷേധിക്കും. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിലാണ് തീയതി തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ സമരത്തിൽ പങ്കെടുക്കും. ഇന്ത്യ മുന്നണി നേതാക്കളെയും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കും. സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് പ്രതിപക്ഷം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കേരള വിരുദ്ധ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരക്കും. ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും ക്ഷണിക്കും. BJP ഭരിക്കുന്നതടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന് നിലപാടറിയിച്ച് കത്തയക്കും. ജന്തർ മന്ദറാണ് സമരകേന്ദ്രം. പ്രതിപക്ഷ സഹകരണം തേടി മുഖ്യമന്ത്രി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര നയത്തിൽ പ്രശ്നമുണ്ടെന്നും അതേസമയം എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാകില്ലെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന ആശയമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഉള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യുക എന്നുള്ള ആശയം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് സമരത്തിനിറങ്ങുന്നത് കേന്ദ്രത്തിനെതിരായ അസാധാരണമായ നീക്കമാണ്. 24 തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചു. അംഗങ്ങളുടെ എണ്ണം 18-ൽ നിന്ന് 36-ആയി ഉയർന്നു. ഡോക്ടർ ശശി തരൂർ, പത്മജ വേണുഗോപാൽ, ചെറിയാൻ ഫിലിപ്പ് ഇവരൊക്കെ സമിതിയിൽ ഇടം പിടിക്കുന്നുണ്ട്. രാജിവെച്ച VM സുധീരൻ സമിതി പുനഃസംഘടിച്ചപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. സലീം മാലിക് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, അങ്ങനെ KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കുന്നു. പക്ഷേ എണ്ണം കൂടുന്നുണ്ടല്ലോ സലീം. ഉന്മേഷ്, കോൺഗ്രസ് നേതാക്കൾക്ക് അത് എണ്ണം കൂടുതൽ കുറച്ചുകൂടി വിപുലപ്പെട്ട ഒരു കമ്മിറ്റി എന്ന് പറയാമെങ്കിലും ഒരർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയും കോൺഗ്രസിന്റെ പതിവ് സംഘടനാ സ്വഭാവത്തിനനുസരിച്ച് തന്നെ ഒരു ജംബോ കമ്മിറ്റിയായി രൂപപരിണാമം പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ 21 പേരായിരുന്നു ഈ കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 പേർ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. KV തോമസും PC ചാക്കോയും. അതിനുശേഷം ആര്യാടൻ മുഹമ്മദ് കൂടി മരിച്ചതോടുകൂടി അത് 18ആയി ചുരുങ്ങുകയായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി കൂടി മരിച്ചതോടുകൂടി 17 എന്ന നിലയിലായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം. ആ നിലവിലെ അംഗങ്ങളിൽ VM സുധീരൻ രാജിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ VM സുധീരൻ ഉൾപ്പെടെയുള്ള നേരത്തെയുള്ള 17 അംഗങ്ങൾ, ഒപ്പം 19 പുതുമുഖങ്ങൾ എന്നിവർ ഉൾപ്പെടെ കുറച്ചുകൂടി വലിയൊരു കമ്മിറ്റി, ഒരു ജംബോ കമ്മിറ്റി എന്ന സ്വഭാവത്തിൽ തന്നെ 36 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് പുതുതായി ഉണ്ടായിരിക്കുന്നത്. അതിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാക്കളും ഒപ്പം തന്നെ മുൻ KPCC അധ്യക്ഷന്മാരും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറച്ചധികം യുവാക്കളെയും ഒപ്പം തന്നെ കുറച്ചധികം വനിതകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഒരു വനിത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ അവിടെ നിന്ന് ഉയർന്ന് 4 പേരിലേക്ക് മാറുന്നുണ്ട്. പത്മജ വേണുഗോപാലും ബിന്ദു കൃഷ്ണയും PK ജയലക്ഷ്മിയും കൂടി ഇത്തവണത്തെ ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നു. മാത്രമല്ല നേരത്തെ 2 യുവാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. PC വിഷ്ണുനാഥും M ലിജുവുമായിരുന്നു നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെയും എണ്ണം കൂടിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ തന്നെ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ തുടങ്ങിയ നേതാക്കൾ കൂടി ഈ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെ 2
നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചുകൂടി വിപുലമായ ഒരു കമ്മിറ്റി, വിശാലമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്ന നിലയിലാണെങ്കിൽ പോലും ചിലർക്ക് ഈ എണ്ണ കൂടുതലിൽ, പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾക്കൊക്കെ ഈ എണ്ണ കൂടുതലിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ വളരെ ചുരുങ്ങിയ കേരളത്തിലെ ഏറ്റവും പാർട്ടിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫോറമായിരുന്നു. അത് ഇത്രയും വിപുലപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു സംസാരം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും അത് വരും ദിവസങ്ങളിലും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ, കോൺഗ്രസിനുള്ളിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ 36 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, നേരത്തെ ശശി തരൂർ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായിരുന്നില്ല. ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, VS ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ കമ്മിറ്റിയിലേക്ക് വരുന്നു. മാത്രമല്ല വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കമ്മിറ്റി പുതുതായി പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങി തൃണമൂൽ കോൺഗ്രസ്. അസ്രയിൽ നിന്ന് പാട്ട് സർക്കസ് മൈതാനത്തേക്ക് സർവ്വമത റാലിയാണ് തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിക്കുക. റാലി ഐക്യത്തിന് വേണ്ടിയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. റാലി കാളിമന്ദിറിൽ നിന്ന് ആരംഭിക്കുമെന്നും യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള മസ്ജിദുകളും ഗുരുദ്വാരകളും പള്ളികളും സന്ദർശിക്കുമെന്നും മമതാ ബാനർജി അറിയിച്ചു. പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയക്കാരുടെ ജോലിയല്ലെന്ന് മമതാ ബാനർജി വിമർശിച്ചു. BJP രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ തുടരുകയാണ്. കുസാമയിലെ വിശ്വമയിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. യാത്രക്കിടെ കൊഹിമയിൽ വെച്ച് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു. മണിപ്പൂർ, അയോധ്യ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും BJPക്കും രൂക്ഷ വിമർശനം. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് RSS BJP ചടങ്ങെന്ന് രാഹുൽ. It is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. We made it clear that whoever would like to visit the Ram temple among our partners, among our party, is more than welcome to do it. It's difficult for us to visit on the 22nd and say that, you know, this is a Prime Minister's function, this is a RSS function, and we are going to go. It's not possible. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് നാണക്കേടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി. Yeah, I mean, the status of the India alliance is very good. We are in conversation with our partners. The issue of seat sharing is being taken up. Those discussions are ongoing, and I think they're going quite well. And they're relatively easy discussions to have. So I'm quite confident that they will be resolved. Hindustan ki state mein ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ ബസ്സിനെതിരായ വിമർശനങ്ങൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളി. ഇത് സാധാരണക്കാരൻ്റെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്, മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ബാലിശമായ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ. യാത്രക്കിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പങ്കുവച്ചു. മികച്ച റോഡുകൾ ഉണ്ടാക്കിയെന്ന് BJP അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അംബുജൻ, 24, നാഗാലാൻഡ്. ശ്രീരാമ ദർശനം എല്ലാവരുടെയും ജീവിതത്തിന് പ്രചോദനമാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം മുഴുവൻ ശ്രീരാമ ആഘോഷങ്ങളാണ്. സദ്ഭരണത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും പ്രതീകമാണ് ശ്രീരാമനെന്നും പ്രധാനമന്ത്രി. आजकल तो पूरा देश राममय है, राम जी की भक्ति में सराबोर है. लेकिन साथियों, प्रभु श्री राम का जीवन विस्तार, उनकी प्रेरणा, आस्था भक्ति के दायरे से कहीं ज्यादा है. प्रभु राम गवर्नेंस के, समाज जीवन में सुशासन के ऐसे प्रतीक हैं जो आपके संस्थान के लिए भी बहुत बड़ी प्रेरणा बन सकते हैं. കേരള വാർത്തകളിലേക്ക് മടങ്ങുമ്പോൾ KLF വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ MT വാസുദേവൻ നായർക്കെതിരെ G സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MT വരേണ്ട. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി. MT പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞാണ് ചർച്ച. MTയുടെ വിമർശനം ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും G സുധാകരൻ പരിഹസിച്ചു. MT വാസുദേവൻ നായരുടെ പ്രസംഗം വിവാദമാക്കേണ്ട എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. G സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു.
മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് വിടുന്ന കാര്യം അത് വായിച്ചു പഠിക്കണം. അത് പറയാൻ എം ഡി ഭാസ്കരനായിരുന്നു വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ നൽകിയതുകൊണ്ട് അദ്ദേഹം വരേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിൽ നിന്ന് തോന്നി പറഞ്ഞതായിരുന്നു. ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരും പറഞ്ഞു തുടങ്ങുക. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ, അതും വെറും ഒരു ഷോയാണ്. അപ്പോൾ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. ഇതോട് പറഞ്ഞില്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായവും അവർ പറയട്ടെ. എം ഡി പറയാൻ എം ഡിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പറയട്ടെ. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ. നമ്മളെന്തിനാ അതിനെപ്പറ്റി ചുഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യം? സുധാകരൻ സാറിനോട് തന്നെ ചോദിക്കണം എന്താ പറയുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതിയ പാഠ്യപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനയുടെ ആമുഖം പുസ്തകങ്ങളുടെ ആമുഖമായി ചേർക്കും. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. വിദ്യാഭ്യാസ ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട്. പാഠപുസ്തക പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള അധ്യാപക പുസ്തകങ്ങൾ വികസിപ്പിക്കും. തുടർന്ന് അധ്യാപകർക്ക് നല്ല പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ 2 പുതിയ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനം തകർത്ത 2 കേസുകളിലാണ് ജാമ്യം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെയും നിലവിൽ റിമാൻഡിലായ കേസിലെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. റേഷൻ വിതരണ കരാറുകാരുടെ സമരം പിൻവലിച്ചെന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ഭക്ഷ്യമന്ത്രി GR അനിൽ ഇടപെട്ട് നവംബർ മാസത്തെ കുടിശ്ശിക അനുവദിച്ചിരുന്നു. നാളെ മുതൽ റേഷൻ വിതരണം പുനരാരംഭിക്കും. എബിൻ ജോസ് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നവംബർ മാസത്തിലെ കുടിശ്ശിക, ഇവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. ഇതെല്ലാ താലൂക്കുകളിലേക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ തൊട്ടടുത്ത് തന്നെ ഡിസംബർ മാസത്തെയും കുടിശ്ശിക നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കരാറുകാർ സമരം പിൻവലിച്ചിരിക്കുന്നത്. നേരത്തെ ഈ റേഷൻ വിതരണവും അതുപോലെ തന്നെ വാതിൽപ്പടി സംഭരണവും എല്ലാം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം ഈ മാസത്തെ റേഷൻ വിതരണം 75% പൂർത്തിയായെങ്കിൽ പോലും വരും മാസങ്ങളിലേക്കുള്ള പ്രതിസന്ധി, സംഭരണം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി കരാറുകാരുടെ സമരം മൂലം ഉണ്ടായേക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഇപ്പോൾ ഇവർക്ക് നൽകാനുള്ള നവംബർ മാസത്തെ കുടിശ്ശിക നൽകിയത്. ഇതിന് പിന്നാലെ ഇനി ഡിസംബർ മാസത്തിലെ കുടിശ്ശികയും നൽകുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഉറപ്പ്. അതിന് പിന്നാലെയാണ് ഇവർ ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്തെ IPS തലപ്പത്ത് അഴിച്ചുപണി. ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തെ IG ആയി നിയമിച്ചു. സ്പർജൻ കുമാറിന് സുരക്ഷാ വിഭാഗം IG-യുടെ അധിക ചുമതല നൽകി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബറിനെ ക്രൈംബ്രാഞ്ച് IG ആയി മാറ്റി നിയമിച്ചു. ശ്യാം സുന്ദറാണ് പുതിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. T. നാരായണൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയാകും. വാർത്താമണിയിലേക്ക് തിരികെ. മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമില്ലെന്ന് KK ശൈലജ. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തന്റെ മനസ്സിന്റെ 4 അയലത്ത് പോലുമില്ലെന്ന് മുൻമന്ത്രി KK ശൈലജ. 2ാം പിണറായി സർക്കാരിൽ ആരും തഴഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി പറഞ്ഞാൽ ആലോചിക്കും. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് KK ശൈലജ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ആശയത്തോട് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചേർത്തു വായിക്കപ്പെട്ട പേരാണ് KK ശൈലജ. 1-2 പേർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൊതുവികാരമായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ചർച്ചകളോട് KK ശൈലജയുടെ പ്രതികരണം. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല. വനിതയാണെന്നതിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നഷ്ടമാകാതിരുന്നാൽ മതിയെന്ന് മുൻ മന്ത്രി. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം, എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അകൽച്ചയെന്ന വാദങ്ങളെ KK ശൈലജ തള്ളി. 2ാം പിണറായി സർക്കാരിൽ ആരും തന്നെ തഴഞ്ഞിട്ടില്ല.
താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ളയാളാണെന്നും കെ ശൈലജ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല. എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയും. മത്സരിക്കുന്ന കാര്യം പാർട്ടി നിർദ്ദേശമനുസരിച്ച് തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. പാർട്ടിക്കകത്താണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുക. അത് കഴിഞ്ഞ് മുന്നണിക്കകത്തും നടക്കണം. ഏത് സീറ്റ്, ഈ ഘടകകക്ഷികളിൽ ആർക്ക്, ഇനി ഓരോ കക്ഷിക്കും ഒരു സീറ്റ് കിട്ടിയാൽ അവരുടെ സ്ഥാനാർത്ഥി ആര്, ഈ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടങ്ങിയിട്ടില്ല. MTയുടെയും M മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM ഉൾക്കൊള്ളുമെന്നും കെ ശൈലജ 24നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം രൂക്ഷം. പഞ്ചാബിലും ഹരിയാനയിലും റെഡ് അലേർട്ട് എന്നതാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി തുടരുന്ന അതിശൈത്യം അതിരൂക്ഷമായി തന്നെ വരുന്ന ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഈ നിരീക്ഷണത്തിനൊടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒപ്പം തന്നെ പഞ്ചാബിലും ഹരിയാനയിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മൂടൽമഞ്ഞും തണുപ്പും വരുന്ന 3 ദിവസങ്ങൾ കൂടി അതിരൂക്ഷമായി തന്നെ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി മൂടൽമഞ്ഞ് വ്യാപിക്കും എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രധാനമായും ബീഹാറിലേക്കും കൂടാതെ മധ്യപ്രദേശിലേക്കുമാണ് മൂടൽമഞ്ഞ് വ്യാപിക്കും എന്നുള്ള മുന്നറിയിപ്പ്. നിലവിൽ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞുണ്ട്. ഒപ്പം ബീഹാറും രാജസ്ഥാനിന്റെ വടക്കൻ മേഖലയും മധ്യപ്രദേശിന്റെ വടക്കൻ മേഖലയിലും മൂടൽമഞ്ഞ് വ്യാപിക്കും എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ വ്യോമ, റെയിൽ, റോഡ് ഗതാഗതങ്ങളെ ഈ മൂടൽമഞ്ഞ് ബാധിക്കും എന്നും റോഡ് യാത്രക്കാർ, പ്രധാനമായും ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണം, വേഗത കുറച്ച് വാഹനം ഓടിക്കണം, ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കണം തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ സീസണിൽ ഡൽഹിയിൽ 3.2 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. നിലവിൽ കശ്മീരിനേക്കാൾ കുറഞ്ഞ തരത്തിലേക്ക്, ശ്രീനഗറിനേക്കാൾ കുറഞ്ഞ താപനിലയിലേക്ക് ഡൽഹി എത്തിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചു വന്നേക്കും എന്ന സൂചന നൽകി ജോണി നെല്ലൂർ. മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. കോൺഗ്രസ് വിട്ട ശേഷം നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചെങ്കിലും ജോണി നെല്ലൂർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടിയുണ്ടാക്കി ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് വിട്ടത്. BJPയുടെ ചരടുവലികളാണ് ഇതിന് പിന്നിലെന്ന ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ BJP നേതൃത്വവുമായി വിചാരിച്ച പോലെ അടുക്കാൻ കഴിയാതിരുന്നതാണ് ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. UDF നേതൃത്വവുമായി നേരത്തെ അകന്ന ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മുമായി അടുത്തേക്കുമെന്നാണ് സൂചന. ചെറുപ്പകാലം മുതൽ ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് കേരള കോൺഗ്രസിലാണ്. അപ്പോൾ കേരള കോൺഗ്രസ് വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി പ്രവർത്തിച്ചു പോകുവാൻ എനിക്ക് വൈമനസ്യമുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ താങ്കൾ ചോദിച്ച പോലെ തീരുമാനം അന്തിമമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും മാതൃസംഘടനയായാൽ എന്താണ് തെറ്റ് എന്ന ആലോചനയിലുണ്ട്. പാർലമെന്ററി മോഹമില്ലെന്ന് ജോണി നെല്ലൂർ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ജോസ് കെ മാണിയുമായിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ നേതാക്കന്മാരുമായിട്ടോ വലിയ ആത്മബന്ധമാണുള്ളത്. ഇന്ന് തന്നെ മന്ത്രി റോഷി അഗസ്റ്റിനോട് ഉണ്ടായിരുന്നു. രാവിലെ വളരെ നേരം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും സംസാരിച്ചു. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ ഏറെക്കാലം പ്രവർത്തിച്ചു. പിന്നീടാണ് ജോസഫ് വിഭാഗത്തിനൊപ്പം കേരള കോൺഗ്രസിന്റെ ഭാഗമായത്. തുടർന്നാണ് പുതിയ പാർട്ടിയുണ്ടാക്കിയത്. 24 കോട്ടയം. പ്രതീക്ഷിച്ചിരുന്ന ഒരു മാറ്റമാണ്. അത് ആന്ധ്ര കോൺഗ്രസിൽ ഉണ്ടായ ദിവസമാണ്. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിളയെ PCC അധ്യക്ഷയായി നിയമിച്ചു. നിലവിലെ അധ്യക്ഷൻ G രുദ്രരാജു സ്ഥാനം രാജിവെച്ചിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യമെന്ന് YS ശർമിള പ്രതികരിച്ചു. കോൺഗ്രസിന്റെ മുഖമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആന്ധ്രാപ്രദേശിൽ കളം പിടിക്കുകയാണ് കോൺഗ്രസ്.
YSR തെലങ്കാന പാർട്ടിയെ ലയിപ്പിച്ച് അടുത്തിടെയാണ് YS ശർമിള കോൺഗ്രസിലെത്തിയത്. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ ശർമിളയ്ക്ക് നൽകുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് AICC നേതൃത്വത്തിന് നന്ദിയുണ്ടെന്നും കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുക്കാനായി പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്നും YS ശർമിള സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ശർമിള PCC അധ്യക്ഷയായതോടെ സഹോദരങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുകയാണ് ആന്ധ്രാപ്രദേശിൽ. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയാണ് ശർമിള ആന്ധ്രയിൽ രാഷ്ട്രീയം പറയേണ്ടത്. ശർമിളയുടെ മാതാവും YS രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയുമായ വിജയമ്മയെ കോൺഗ്രസിലെത്തിക്കാനുള്ള നീക്കവും സജീവമാണ്. ഈ നീക്കം ഫലം കണ്ടാൽ മകൻ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അമ്മ തന്നെ രംഗത്തെത്തും. 24 ചെന്നൈ. കരുവന്നൂരിലേക്കാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P രാജീവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കും. കോടതി നടപടികൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർ നീക്കം. P രാജീവിന് എതിരായ ആരോപണം തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ടെന്ന് മന്ത്രി VN വാസവൻ 24 പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒന്നാം പ്രതി CPIM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ നൽകാൻ മന്ത്രി P രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ EDക്ക് മൊഴി നൽകിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇക്കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ P രാജീവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തേക്കും. ഇക്കാര്യത്തിൽ കോടതി നീക്കം കൂടി പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് EDയുടെ തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും P രാജീവിനെതിരെ തെളിവില്ലെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു. അതിന്റെ ഭാഗമായി ഇനി ഇതുപോലുള്ള കഥകളൊക്കെ വരാവുന്ന അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടതായിട്ടോ ശുപാർശ ചെയ്തതായിട്ടോ എവിടെയും ഒരു എവിഡൻസ് ഇല്ല. ആരോ ഒരാൾ ഒരു മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില്ലാതെ തികച്ചും ഇനി രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കേളികൊട്ടാണ് രാജീവിനെതിരായും അതുപോലെ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഈ ആക്ഷേപം. ED സത്യവാങ്മൂലത്തിൽ മറുപടി പറയാൻ മന്ത്രി P രാജീവിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മന്ത്രി P രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ മന്ത്രി AC മൊയ്തീനും അനധികൃത വായ്പകൾക്കായി ഇടപെടൽ നടത്തിയെന്ന് ED കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട്. കരുവന്നൂർ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ CPIMന് വലിയ പങ്കുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. 24 കൊച്ചി. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.